കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന എള്ളുണ്ടയില്ലേ, അതാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. പൊട്ടുകടലയും ഏലക്കപ്പൊടിയും ഒക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള എള്ളുണ്ടയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ ഹാർഡായിട്ടുണ്ടാവില്ലേ, ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇതേപോലെ നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാം. എള്ളിന് വളരെയധികം ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ. കറുത്ത എള്ളിന് കാൽസ്യം, പ്രോട്ടീനും നല്ല കൊഴുപ്പും ഫൈബറും ഇരുമ്പൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നമുക്കിതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുടീൻ്റെ വളർച്ചയ്ക്കും ദഹനത്തിനൊക്കെ എളുപ്പമാക്കുന്നതാണ് ഇത്രേ. എല്ലുകളുടെ ബലത്തിനൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ സ്നാക്കായിട്ടോ ഉള്ള ഏതെങ്കിലുമൊക്കെ രൂപത്തിലൊക്കെ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ആദ്യം നമുക്ക് എള്ള് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള എള്ളെടുത്ത് അതിൻ്റെ വെള്ളം തെളിയുന്നവരെ, നിറയെ അഴുക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വെള്ളത്തോടെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ എള്ളിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വറുത്തെടുക്കണം. വെള്ളമയമൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതൊന്ന് വറുക്കാൻ പറ്റും. എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്കല്ലേ. എള്ള് നന്നായിട്ടൊന്ന് പൊട്ടിയൊക്കെ വരും. അതുകൊണ്ടാണ് കുഴിയുള്ള ചട്ടിയിൽ വറുത്തത് കേട്ടോ. പരന്ന പാനിലാവുമ്പോൾ പൊട്ടി പുറത്തേക്ക് പോവില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ സേഫായിട്ട് കരിയാതെ സിമ്മിലൊക്കെ ഇട്ടിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വേണം വറുത്തെടുത്ത് വെക്കാൻ. അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ആവശ്യത്തിനുള്ള ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് നമുക്കിതൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. പൊടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. എനിക്കിത് വലിയ പീസുകളായതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്തു. നന്നായിട്ട് തിളച്ച് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞാൽ മതി. നൂൽപ്പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ എള്ളിലൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലെ പൊടികളൊക്കെ കളഞ്ഞ് ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒന്ന് തിളച്ച് ലായനിയാക്കി എടുക്കണം. നന്നായി തിളച്ചു. ഇനി നമുക്ക് ആ ചൂടിൽ തന്നെ ഈ വറുത്ത് വെച്ച എള്ളിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് പകുതിയേ ഒഴിച്ചുള്ളൂ, മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ച് ചെയ്യാം. ഒരല്പം ഏലക്കാപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് എള്ള് ഉണ്ടങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ടുള്ളവർക്ക് ഇടാം കേട്ടോ. ഞാൻ പൊട്ടുകടലയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പൊട്ടുകടലയും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പൊട്ടുകടലയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതൊക്കെ ചേർത്താൽ ഒരു രസമാണ് അല്ലേ. പൊട്ടുകടലയ്ക്കും നല്ല ഗുണങ്ങളുണ്ട്. ബാക്കിയും കൂടി വെള്ളം ഉരുക്കി വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഇതേപോലെ. എന്നിട്ട് നമുക്കിത് വീണ്ടും മിക്സ് ചെയ്തൊന്ന് കുറുക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. എള്ളിലേക്കൊക്കെ ഒന്നങ്ങ് പിടിക്കട്ടെ കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി വറ്റിച്ച് കുറുകിയെടുത്തു. അടികട്ടിയുള്ള ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ഇരിക്കട്ടെ. ഒരല്പം തണുക്കുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ ഉരുട്ടുന്ന പാകത്തിലൊന്ന് തണുത്ത് വരുമ്പോൾ ഇതേപോലെ ഓരോ ബോൾസുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നല്ല ചൂടായിരിക്കും, കൈയൊക്കെ പൊള്ളും കേട്ടോ. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. പക്ഷെ നന്നായി തണുത്ത് കഴിഞ്ഞാൽ വെള്ളത്തിലങ്ങ് ഉരുകി ഒട്ടിപ്പോയിരിക്കും. അതുകൊണ്ടാണ് ഇളം ചൂട് തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. ചെറിയ ചൂടുണ്ട്, അതാണ് ഞാനിങ്ങനെ വിട്ട് ചെയ്യണത് കേട്ടോ. ഇതേപോലെ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയണേ.